റജബ് 27-നായിരുന്നു അത് എന്ന് ഖണ്ഡിതമായി ഒരഭിപ്രായമായ നിലക്ക് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യം വളരെ വ്യക്തമാണ്. ഇസ്രാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ ആ മുഅ്ജിസത്തുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് ഏത് വർഷത്തിൽ, ഏത് മാസത്തിൽ, ഏത് ദിവസത്തിൽ സംഭവിച്ചു എന്ന് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിരുന്നുവെങ്കിൽ, കൃത്യമായ ഒരു വ്യക്തമായ തെളിവ് അതിനുണ്ടായിരുന്നുവെങ്കിൽ പണ്ഡിത ലോകത്ത് വിഭിന്ന വീക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നില്ല. ഇനി സഹോദരന്മാരെ, ഇനി റജബ് 27-നായിരുന്നു മിഅ്റാജും ഇസ്രാഉമൊക്കെ ഉണ്ടായത് എന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെയും നാം ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതാർക്കാണ് ഉണ്ടായത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്. അവിടുന്നാണല്ലോ ഈ യാത്ര കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടത്. എങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള ഒരു യാത്രയുണ്ടായതിൻ്റെ പേരിൽ നമുക്ക് പ്രത്യേകിച്ച് വല്ല നമസ്കാരമോ അതല്ലെങ്കിൽ നോമ്പോ പ്രത്യേക ദിക്ർ ദുആകളോ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? നാം പരിശോധിക്കണം. നാം ഇതിൽ കക്ഷി മാത്സര്യത്തിന് മുതിരാതെ വസ്തുതകളെ നാം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരമായ ഈ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിങ്ങൾ ആ ദിവസത്തെ നോമ്പനുഷ്ഠിക്കുക എന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല. പ്രത്യേകം അതിൻ്റെ പേരിൽ ഒരു നമസ്കാരം നിർവഹിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല. പ്രത്യേക ദിക്റുകൾ നിങ്ങൾ അന്നത്തെ ദിവസം ചൊല്ലണം, പ്രത്യേക ദുആകൾ നിർവഹിക്കണമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചുള്ള ഒരു പുണ്യവും ആ ദിനത്തെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല, റജബ് മാസത്തിൽ തന്നെയും ഏതെങ്കിലും ഒരു രാത്രിയിൽ ഒരു സ്പെഷ്യൽ നിസ്കാരം ഇല്ല. റജബിലെ ഏതെങ്കിലും ഒരു പകലിൽ റജബ് എന്ന നിലക്ക് ഒരു പ്രത്യേകമായ നോമ്പും ഇല്ല. ആ വിഷയത്തിൽ സ്വഹീഹായ ശരിയായ സ്ഥിരപ്പെട്ട ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല എന്ന് ശാഫിഈ മദ്ഹബിലെ തന്നെ അംഗീകൃത പണ്ഡിതനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയ കാര്യം വളരെ പ്രസിദ്ധമാണല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടില്ലേ, ലം യരിദ് ഫീ ഫളലി ശഹ്രി റജബിൻ, റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് വന്നിട്ടില്ല. വലാ ഫീ സിയാമിഹി, റജബിൽ പ്രത്യേകം നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ചോ, വലാ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ, റജബിലെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ സ്പെഷ്യലായി പ്രത്യേകമായി നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ചോ, വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി, ആ റജബിലെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ രാത്രിയിൽ പ്രത്യേക നിസ്കാരത്തെ സംബന്ധിച്ചും വന്നിട്ടില്ല. ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജതി, തെളിവിന് കൊള്ളാവുന്ന സ്വീകാര്യയോഗ്യമായ നിലക്കുള്ള ഒരൊറ്റ സ്വഹീഹായ ഹദീസും വന്നിട്ടില്ല എന്ന് പറയുന്നതാരാ? ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ. ഞാനിതെന്തിനാണ് കേൾപ്പിച്ചത്? സഹോദരങ്ങളെ, മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പനുഷ്ഠിക്കുവാൻ ആളുകൾ വെമ്പൽ കൊള്ളുന്നു. മിഅ്റാജ് നിസ്കാരം എന്ന പേരിൽ ഒരു സ്പെഷ്യൽ നിസ്കാരമുണ്ടെന്ന് മലയാളത്തിൽ തന്നെ അച്ചടിച്ച് വിൽക്കപ്പെടുന്നു. റജബിൻ മിഅ്റാജിൻ്റെ രാത്രിയിൽ ചൊല്ലാനെന്ന പേരിൽ ചില ദിക്റുകൾ പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ റജബ് 27-മായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പകലിൽ പ്രത്യേകം നോമ്പുണ്ടെന്നും അതുപോലെ തന്നെ പ്രത്യേകമായ നിസ്കാരമുണ്ടെന്നും പ്രത്യേക ദിക്റുണ്ടെന്നും ഒക്കെ പഠിപ്പിക്കപ്പെടുമ്പോൾ അതില്ല, അങ്ങനെ ഒന്ന് പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അതിന് നമുക്ക് പ്രമാണങ്ങളുടെ പിന്തുണയില്ല എന്ന് ഇസ്ലാമിക പ്രബോധകന്മാർ ജനങ്ങളോട് പറയുമ്പോൾ പലപ്പോഴും അപ്പുറത്തു നിന്നുള്ള ആളുകൾ ആക്ഷേപിക്കുന്ന ഒരാക്ഷേപമാണ്, ഇവർ സൽക്കർമ്മങ്ങളോട് മുഴുവനും ഇവർക്ക് അലർജിയാണ്, ജനങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഇവർ മുടക്കം നിൽക്കുകയാണ്, നല്ല നല്ല കാര്യങ്ങളെയൊക്കെ ഇവർ തടസ്സപ്പെടുത്തുകയാണ് എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഇത് നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരു വാദമല്ല. ഇസ്ലാമികമായ പ്രമാണങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പഠിച്ചറിഞ്ഞ ആളുകൾ തന്നെ അവരല്ലേ പറഞ്ഞത് ഈ വിഷയത്തിൽ ഒരൊറ്റ സഹിഹായ ഹദീസും വന്നിട്ടില്ല എന്ന്. എന്നിട്ട് ആളുകൾ വലിയ ആവേശത്തോടു കൂടിയാണ് മിഅ്റാജ് നോമ്പ് എടുക്കുന്നത്. തിങ്കളെടുക്കാത്തവർ, വ്യാഴമെടുക്കാത്തവർ, മാസത്തിലെ 13, 14, 15 നോമ്പെടുക്കാത്തവർ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ആവേശം കാണിക്കാത്തവർ മിഅ്റാജ് നോമ്പിന് ആവേശം കാണിക്കുന്നു. സഹോദരങ്ങളെ, നോമ്പല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃകയില്ലാത്ത അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടുകയില്ല. പിന്നെയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന പേരിലുള്ള ഒരു വ്യാജമായ ഹദീസാണ്. അതെന്താണ്? ആരെങ്കിലും റജബ് 27-ന് നോമ്പനുഷ്ഠിച്ചാൽ
60 മാസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, എവിടെയാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്? അപ്പോൾ പറയും അത് ഇമാം ഗസ്സാലിയുടെ യഹ്യായിലുണ്ട്, യഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസ്സാലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഗസ്സാലി ഇമാം യഹ്യാ ഉലൂമുദ്ദീനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളൊക്കെ സഹീഹാണോ? അതൊക്കെയും ശരിയാണോ? മാത്രമല്ല, ഈ ഹദീസ് സഹീഹായ ഹദീസ് അല്ല. അത് സഹീഹായ ഹദീസാണെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, ആ വിഷയത്തിൽ ഒരൊറ്റ ഹദീസും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 60 മാസത്തെ നോമ്പിന്റെ കൂലി അന്നത്തെ ഒരൊറ്റ നോമ്പിനുണ്ട് എന്ന് പറയുന്നത്? അതുകൊണ്ട് ഇസ്ലാമില്ല, പ്രമാണം സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നോമ്പില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഉള്ളത് അനുഷ്ഠിച്ചാൽ മതി. അതേപോലെ തന്നെ ഈ ദിവസം പ്രത്യേകം നിസ്കാരത്തെ സംബന്ധിച്ച് റജബി 27 രാത്രി ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ അച്ചടിച്ചു വിടുന്ന ഒരു പുസ്തകത്തിൽ ഈ ദിവസത്തിലുള്ള നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നത് കേട്ടോളൂ. റജബ് 27 രാത്രി ബ്രാക്കറ്റിൽ മേറാജ് രാവ് ആരെങ്കിലും 12 റക്അത്ത് നിസ്കരിക്കുകയും എല്ലാ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുകയും നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 100 പ്രാവശ്യവും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 പ്രാവശ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ 100 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുകയും ശേഷം അവൻ്റെ ഇഹപര കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രഭാതത്തിൽ നോമ്പുകാരനാവുകയും ചെയ്താൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നതാണ്. ഈ രാത്രി അള്ളാഹുവിനെ ആരാധിക്കുന്നവന് 100 വർഷം നന്മ ചെയ്ത പ്രതിഫലം നൽകപ്പെടുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഉസല്ലി സുന്നത്തൽ മിഅ്റാജ് റക്അത്തൈനി ലില്ലാഹി തആല. ഈ മിഅ്റാജിന്റെ സുന്നത്ത് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഈ 2 റക്അത്തായി നമസ്കരിക്കുക. നോക്കണം നിങ്ങൾ, ഇതങ്ങനെയുള്ള ഇങ്ങനൊരു നിസ്കാരം ആരാണ് പഠിപ്പിച്ചിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? സഹാബത്തിന് അത് മനസ്സിലായോ? അവരത് ചെയ്തോ? ഈ 4 ഇമാമിങ്ങൾക്ക് മനസ്സിലായോ? മഹാരഥന്മാരായ താബിഈങ്ങൾക്ക് മനസ്സിലായോ? അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കരിക്കുന്നത് മുടക്കാനോ നോമ്പ് നോൽക്കുന്നത് ഒഴിവാക്കിക്കുവാനോ വേണ്ടിയൊന്നുമല്ല ഈ പറയുന്നത്. ഉള്ളത് ചെയ്താലേ പരലോകത്ത് പുണ്യം കിട്ടുകയുള്ളൂ. അതല്ലാതെ മേറാജ് നോമ്പ് എന്ന പേരിൽ ഒരു പ്രത്യേക നോമ്പ്, അതുപോലെ തന്നെ ഒരു പ്രത്യേക നിസ്കാരം, ഈ രൂപത്തിലൊക്കെ നമ്മൾ പ്രവർത്തിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അത് തള്ളപ്പെടുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കുക. അതല്ലാതെ ഇതിലൊക്കെ എന്ത് പറയുമ്പോഴേക്കും താഴെ കുറെ തെറി പറയുന്ന അല്ലെങ്കിൽ നന്മ മുടക്കികളാണ് എന്നൊക്കെ കമൻ്റ് അടിച്ചതുകൊണ്ട് കാര്യമായില്ല സഹോദരങ്ങളെ. വസ്തുതകൾ ശരിക്ക് മനസ്സിലാക്കുക, ഇസ്ലാമിൽ ഉള്ളത് നിർവഹിക്കുക, ഇല്ലാത്തത് ഇതിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് കൃത്യമായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു.